ഞാനൊരു ജയിൽ പുള്ളിയാണെന്ന് കരുതുക. എനിക്ക് ജയിൽ ചാടാൻ ഒരു സുവർണ അവസരമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. എൻ്റെ മുൻപിൽ ഒരു വലിയ മതിൽ മാത്രം, ചുറ്റുവട്ടത്ത് ആരുമില്ല. ആ മതിലൊന്ന് ചാടിക്കടന്നാൽ എനിക്ക് ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. മുകളിലേക്ക് ആഞ്ഞാഞ്ഞ് ഞാൻ ചാടിക്കൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ മതിലിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ സാധിക്കുന്നില്ല. ഒരു 90% അടുത്ത് വരെ എത്തുന്നുണ്ട്. ഒരു 10% കൂടെ മുകളിലേക്ക് ചാടാൻ സാധിച്ചിരുന്നെങ്കിൽ വളരെ അനായാസമായിട്ട് എനിക്ക് മതിൽ ചാടിക്കടക്കാൻ സാധിക്കും. ഇനി ഒരു കാര്യം സങ്കല്പിക്കുക, ഞാനൊരു ജയിൽ പുള്ളി മാത്രമല്ല, മറിച്ച് ഒരു മന്ത്രവാദി കൂടിയാണ്. മുകളിലേക്ക് ആഞ്ഞു ചാടുന്നു. അതിനുശേഷം ഞാൻ ആ മന്ത്രം ഉരുവിടുന്നു. മന്ത്രം ഉരുവിട്ടതിന് ശേഷം അവിടെ നിന്ന് ഞാൻ പെട്ടെന്ന് അപ്രത്യക്ഷനാകുകയാണ്. പിന്നീട് പ്രത്യക്ഷനാകുന്നത് മതിലിൻ്റെ അപ്പുറത്താണ്. മതിലിൻ്റെ അപ്പുറത്ത് കൃത്യമായിട്ട് എനിക്ക് ചാടി ഇറങ്ങാൻ സാധിക്കുന്നു. ഞാൻ ജയിലിൽ ചാടിയിരിക്കുന്നു. ഇതൊരു കഥയല്ല, മറിച്ച് യഥാർത്ഥത്തിൽ നടന്നതാണെങ്കിൽ നമ്മളതിനെ കൺകെട്ട് വിദ്യയെന്നോ മാജിക് എന്നോ മെൻ്റലിസം എന്നൊക്കെ ആയിരിക്കും വിശേഷിപ്പിക്കുക. പക്ഷേ ഇതൊന്നുമല്ലാതെ ശാസ്ത്രീയമായിട്ട് ഇതേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കാണുന്ന ഇത്രയധികം വലിപ്പമുള്ള മനുഷ്യരുള്ള ഈ ലോകത്തല്ല. ഈ മനുഷ്യരുടെയൊക്കെ ഉള്ളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെയുള്ള സകല പദാർത്ഥങ്ങളുടെയും ഉള്ളിലേക്ക് പോകുമ്പോൾ നമുക്കവിടെ ആറ്റങ്ങളെ കാണാൻ സാധിക്കും. ആ ആറ്റത്തിൻ്റെയും വളരെയധികം ഉള്ളിലേക്ക് പോവുകയാണെങ്കിൽ ആ ആറ്റത്തിനേക്കാൾ ചെറിയ സബാറ്റോമിക് പാർട്ടിക്കിൾസിനെ നമുക്ക് കാണാൻ സാധിക്കും. ആ സബാറ്റോമിക് പാർട്ടിക്കിൾസിൻ്റെ ലോകത്താണ് ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത്.